ഫൈനൽ കളിക്കാൻ ഇന്ത്യ ഇറങ്ങുകയാണ്. ചാമ്പ്യൻസ് ട്രോഫി ചരിത്രമെടുത്താൽ ഇത് ന്യൂസിലാൻഡിനെതിരെയുള്ള 5ാം ഫൈനലാണ്. ഒരു മത്സരത്തിൽ പോലും പതറാതെ ഫൈനലിലേക്ക് എത്തിയ ഇന്ത്യയുടെ ലക്ഷ്യം 3ാം കിരീടവും. ഓസീസിനോട് കടം വീട്ടിയെത്തിയ ഇന്ത്യക്ക് 2000-ൽ ന്യൂസിലാൻഡിനോടേറ്റ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന്റെ ക്ഷീണം തീർക്കാനും ഇതൊരു അവസരമാണ്. കൃത്യം 25 വർഷങ്ങൾക്ക് മുമ്പ് ന്യൂസിലാൻഡ് ആദ്യമായും അവസാനമായും ചാമ്പ്യൻസ് ട്രോഫി നേടിയത് സൗരവ് ഗാംഗുലിയും സംഘത്തിനെതിരെയും 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. അവസാനം നടന്ന 2017-ലെ ചാമ്പ്യൻസ് ട്രോഫി കിരീടപ്പോരിൽ പാകിസ്ഥാനോടാണ് ഇന്ത്യ തോറ്റത്. ഇന്ത്യ ഇത്തവണ ഇറങ്ങുന്നത് തുടർച്ചയായ 3ാം ഫൈനലിലാണ്. എന്നാൽ ന്യൂസിലാൻഡ് 2009-ന് ശേഷം ആദ്യമായാണ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ കളിക്കുന്നത്. ആകെ 3ാമത്തെ ഫൈനൽ. ഒറ്റ കളി പോലും തോൽക്കാതെ എത്തിയ ഇന്ത്യക്ക് കരുത്തുറ്റ ടീമിൽ പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. ഗ്രൂപ്പിലുണ്ടായിരുന്ന ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ന്യൂസിലാൻഡിനെയും തോൽപ്പിച്ച് ആധിപത്യം പുലർത്തിയെത്തിയ ഇന്ത്യ സെമിയിൽ കങ്കാരുക്കളെയും വീഴ്ത്തി. പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും സെമിയിൽ ദക്ഷിണാഫ്രിക്കയെയും തോൽപ്പിച്ചുള്ള വരവിൽ ന്യൂസിലാൻഡിനും ആത്മവിശ്വാസത്തിൽ കുറവൊന്നുമില്ല. എന്നാൽ ഇന്ത്യയോട് ഏറ്റുമുട്ടിയപ്പോൾ കിവികൾക്ക് കാലിടറിയത് പേടി സ്വപ്നമായി നിലനിൽക്കുന്നു. ഏകദിനത്തിലെ കണക്കുകൾ നോക്കിയാൽ ഇരു ടീമും നേർക്കുനേർ എത്തുന്ന 120ാം മത്സരമാണിത്. ഇന്ത്യ 61-ലും ന്യൂസിലാൻഡ് 50-ലും ജയിച്ച ചരിത്രമാണുള്ളത്. 7 മത്സരം ഉപേക്ഷിക്കുകയും ഒരു കളി സമനിലയാവുകയുമായിരുന്നു. പേപ്പറിൽ കണക്കുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ICC ഏകദിന ടൂർണമെന്റുകളിൽ ഈ കിവികൾ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ കണ്ണിലെ കരട് തന്നെയാണ്. സൗരവ് ഗാംഗുലിയുടെ നേതൃത്വത്തിലിറങ്ങിയ ടീം ഇന്ത്യ 2003-ൽ ദക്ഷിണാഫ്രിക്കയിലെ ഏകദിന ലോകകപ്പിൽ ന്യൂസിലാൻഡിനെ വീഴ്ത്തിയിരുന്നു. ഇതിനുശേഷം കിവീസിനെതിരെ ഒരു ജയം നേടിയെടുക്കാൻ 2023 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. 2003-ന് ശേഷം നടന്ന ലോകകപ്പുകൾ, അതായത് 2007, 2011, 2015 ഇന്ത്യ ന്യൂസിലാൻഡ് പോരാട്ടം ഉണ്ടായിരുന്നില്ല. 2019-ലെ ഏകദിന ലോകകപ്പിലാണ് പിന്നീട് ഇന്ത്യയും ന്യൂസിലാൻഡും കണ്ടുമുട്ടിയത്. അന്നത്തെ ആ മത്സരം വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലിറങ്ങിയ ധോണിയുടെ ആ റണ്ണൌട്ടിൽ ഇന്ത്യ തോറ്റത് ക്രിക്കറ്റ് പ്രേമികൾ മറക്കാനിടയില്ല. ഇനി T20 നോക്കിയാൽ 2007-ലെ ആദ്യ T20 ലോകകപ്പിൽ ഇന്ത്യയും ന്യൂസിലാൻഡും ഏറ്റുമുട്ടിയിരുന്നു. അന്ന് ധോണിക്ക് കീഴിൽ ഇന്ത്യ കപ്പെടുത്തുവെങ്കിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ തോറ്റത് ന്യൂസിലാൻഡിനോട് മാത്രമായിരുന്നു. ശേഷം 2016-ൽ ഇന്ത്യയിൽ നടന്ന T20 ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ കിവീസ് ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. UAE-ൽ നടന്ന T20 ലോകകപ്പ് 2021-ലും ഇന്ത്യയുടെ സെമി സാധ്യത അടച്ചത് കിവീസിനെതിരായ പരാജയം തന്നെയാണ്. ഇനി ഏകദിനവും T20യും വിടാം. 2021-ലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി കപ്പുയർത്തിയത് ഇതേ ന്യൂസിലാൻഡാണ്. അതുകൊണ്ട് തന്നെ പലതവണ ഇന്ത്യക്ക് മുമ്പിൽ വഴിമുടക്കികളായിരുന്ന കിവീസിനെ കലാശപ്പോരിൽ നേരിടുമ്പോൾ ഈ ചരിത്രവും ഓർത്തിരിക്കണം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.